രാജ്യത്ത് നിർണായകമായ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. കഴിഞ്ഞ തവണ BJP തൂത്തുവാരിയ മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത്. പക്ഷേ 2019 പോലെയല്ല ഇക്കുറി കാര്യങ്ങൾ. 400 സീറ്റ് എന്ന അവകാശവാദവുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയ BJPക്ക് തിരിച്ചടിയാകുന്ന ഒട്ടനവധി തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത്. മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ BJPക്ക് മുട്ടിടിക്കുന്നുണ്ടോ? ആകെയുള്ള 543 മണ്ഡലങ്ങളിൽ പകുതി മണ്ഡലങ്ങളിലും നാളത്തോടെ വോട്ടെടുപ്പ് പൂർത്തിയാകും. ബാക്കിയുള്ള 254 മണ്ഡലങ്ങളിലായിരിക്കും ഇനി അടുത്ത 4 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. അതായത് 543-ൽ പകുതിയോടെ നാളത്തെ വോട്ടെടുപ്പോടുകൂടി തീരുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വിധിയെഴുത്ത് ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഏതാണ്ട് ഈ 2 ഘട്ട പോളിംഗുകൾ കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് തുടക്കത്തിൽ പറഞ്ഞ ഒരു ആത്മവിശ്വാസം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 400 സീറ്റ് എന്ന അവരുടെ ആത്മവിശ്വാസം, അങ്ങനത്തെ ഒരു പ്രഖ്യാപനത്തോടെയാണ് പ്രധാനമന്ത്രി അടക്കം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത്. ഏതായാലും ഈ 2 ഘട്ടം പൂർത്തിയാകുമ്പോൾ ഈ 2 ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് കുറച്ച് ആത്മവിശ്വാസം കാണാനുമാകും. പക്ഷേ അടുത്ത ഘട്ടങ്ങളിൽ അതില്ല. എങ്കിൽ പോലും BJPക്ക് പറഞ്ഞ ആത്മവിശ്വാസമില്ല ഈ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുമ്പോൾ എന്ന് പറയേണ്ടി വരും. തീർച്ചയായും അതിപ്പോൾ അവരുടെ പ്രചാരണ വിഷയങ്ങളുടെ രീതി തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് അക്കാര്യം മനസ്സിലാകും. തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ 400 സീറ്റ് എന്നുള്ള മുദ്രാവാക്യം എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയുന്നതായി കേൾക്കുന്നില്ല. ഈ പലയിടങ്ങളിൽ നിന്നായി വരുന്ന റിപ്പോർട്ടുകൾ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്കാണ് ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നത്. അതായത് അതിര് കടന്ന ആത്മവിശ്വാസം നിലവിലെ സാഹചര്യത്തിൽ BJPക്കില്ല, NDAക്കില്ല എന്ന് അവർ തന്നെ രഹസ്യമായിട്ടെങ്കിലും സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. മറുവശത്ത് ഇന്ത്യ മുന്നണിക്കാണെങ്കിൽ ആത്മവിശ്വാസം കൂട്ടുന്ന കുറേയധികം ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 2019-ലും 2014-ലും ഉണ്ടായതുപോലെ ഒരു വലിയ തരംഗം നിലവിലില്ല രാജ്യത്ത് എന്ന് തന്നെയാണ് എല്ലായിടങ്ങളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തരംഗം അതുപോലെ ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ NDA 300-ലേക്ക് എത്താൻ കിതച്ചെങ്കിലും 300-ലേക്ക് എത്തും എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ആത്മവിശ്വാസം കുറയാൻ കുറേയേറെ കാരണങ്ങളുണ്ട് സായി. പ്രത്യേകിച്ചും നമ്മൾ കർണാടകയിലേക്ക്, നാളെ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന കർണാടക, അത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കർണാടകയിലെ മാത്രം തെരഞ്ഞെടുപ്പ് വിഷയമല്ല, രാജ്യത്ത് തന്നെ ആകമാനം ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക ആരോപണം, പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായി ഉയർന്നിട്ടുള്ള പരാതികൾ, ലൈംഗിക ആരോപണമൊക്കെ. ഏതാണ്ട് 400ഓളം സ്ത്രീകൾ ഉൾപ്പെട്ട 3000-ഓളം വീഡിയോകളാണ് ഇപ്പോൾ അവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷ പറയുന്ന മോദിക്ക്, NDA മുന്നണിക്ക് എങ്ങനെയാണ് ഈ പ്രജ്വലിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി മുന്നോട്ട് പോകുവാനാകുക? പ്രജ്വലിന്റെ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഈ വീഡിയോകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ജർമ്മനിയിലാണ്. ആ ജർമ്മനിയിലേക്ക് കടക്കാനടക്കം BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ സഹായം അവർക്ക് ലഭിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് അവിടെ കോൺഗ്രസ് നടത്തുന്നത്. അതെ ലക്ഷ്മി, ഇപ്പോൾ നോക്കൂ, കർണാടകയിൽ BJP വളരെ പണിപ്പെട്ടാണ് JDSുമായി സഖ്യമുണ്ടാക്കുന്നത്. അതിൽ അവർ ഉദ്ദേശിച്ച കാര്യം ദക്ഷിണേന്ത്യ വലിയൊരു മിഷനായി തന്നെ ഇത്തവണ BJP എടുക്കുന്നു. പരമാവധി സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് പിടിക്കണം എന്നവർ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ തീരുമാനമെടുക്കുന്നു. അതിൻ്റെ പണി തുടങ്ങുന്നു. അപ്പോഴും അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു തുരുത്ത് കർണാടകയാണ്. കഴിഞ്ഞ തവണ 28-ൽ 26-ഉം 2019-ൽ അവർക്ക് നൽകിയ ഒരു സംസ്ഥാനമാണ്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. നരേന്ദ്രമോദി തന്നെ വന്ന് പണിയെടുത്തിട്ടും കോൺഗ്രസിൻ്റെ സർക്കാർ അവിടെ അധികാരത്തിൽ വരികയാണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട്, ആ ഒരു കോൺഗ്രസ് തരംഗത്തെ മറികടന്നുകൊണ്ട് ഇത്തവണ കാര്യമായ നേട്ടമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് JDSുമായി സഖ്യമുണ്ടാക്കുന്നത്. പക്ഷേ ആ JDSുമായുള്ള സഖ്യമാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും തിരിച്ചടിയായിരിക്കുന്നത്. JDSുമായുള്ള സഖ്യത്തിന്റെ പേരിലാണ് അവർ ഇപ്പോൾ അവിടെ പ്രതികൂട്ടിലായിരിക്കുന്നത്. ആ സഖ്യത്തെ തള്ളാനും കൊള്ളാനും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് BJP പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണയുടെ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിന് നേരിട്ടെത്തിയ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി വോട്ട് ചോദിച്ച ആളാണ്. ഇത്തരത്തിൽ ഇതുപോലൊരു വിവാദം ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിൽ കേട്ടിട്ടില്ല. ഇന്നിപ്പോ നോക്കൂ ലക്ഷ്മി, ഹെൽപ്പ് ലൈൻ നമ്പർ ഔദ്യോഗികമായി കൊടുക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്ന പെൺകുട്ടികൾക്ക് പരാതി അറിയിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അതായത് ഞെട്ടിപ്പോകുന്ന ഒരു ക്രൂര കൃത്യമാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള രേവണ്ണ ഒരു അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലാകുന്നു. അപ്പോൾ JDS ഒന്നാകെ ആടി ഉലയുകയാണ്. അതിന്റെ പ്രതിധ്വനി മൊത്തം ഏൽക്കേണ്ടി വരുന്നത് BJPക്കാണ്.
അതെ, അതിപ്പോൾ ഇതിനു മുൻപ് നരേന്ദ്രമോദി അടക്കം അവിടെ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഇത് സിദ്ധരാമയ്യ സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകളുടെ ഒരു കൊലപാതകം വെച്ചുകൊണ്ട് അവിടെ ലവ് ജിഹാദ് എന്ന ആരോപണം BJP വലിയ രീതിയിൽ കത്തിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്താണ് ആരോപണങ്ങളുടെ എല്ലാം തരത്തിലായി പോയി ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ അതെ, അവിടെ അത് നിർബന്ധമായും തെരഞ്ഞെടുപ്പ് വിഷയമാകും. കാരണം സ്ത്രീ വോട്ടർമാർ, പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർ, കോളേജ് വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ ഇടയിൽ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും. NDAക്ക്, പ്രത്യേകിച്ച് BJPക്ക് തിരിച്ചടിയാകും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഈ കാര്യം പ്രചാരണ വിഷയമാക്കി ഉയർത്തുന്നുണ്ട്, ശക്തമായി ഉയർത്തുന്നു. അതെ, രാഹുൽ ഗാന്ധി ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് അമ്മയെയും പെങ്ങളെയും ക്രൂരമായി ഉപദ്രവിക്കുന്ന, ബലാത്സംഗം ചെയ്യുന്ന ആളിന് വേണ്ടി സംസാരിക്കുന്നയാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പറഞ്ഞത്. അപ്പോൾ ശക്തമായി തന്നെ ആ വിഷയം അവിടെ ഉന്നയിക്കുന്നു. എനിക്ക് തോന്നുന്നു കർണാടകയ്ക്ക് പുറത്തും ഒരു ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ BJPക്കെതിരെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നത് ഈ പ്രജ്വൽ രേവണ്ണയാണ്. ഈ സംഭവം നടന്നതിന് ശേഷം അദ്ദേഹം എങ്ങനെ ജർമ്മനിയിലേക്ക് പോയി, അദ്ദേഹത്തിന് എങ്ങനെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, അപ്പോൾ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ BJPയുടെ ഒരു പരിരക്ഷ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ശക്തമായി തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉന്നയിക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. അത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നുണ്ട്. ഇനിയിപ്പോൾ BJP കർണാടകയിൽ പറയുകയാണെങ്കിൽ മറ്റൊരു വിഷയമുള്ളത് BJPക്ക് അകത്ത് പോലും അവിടെ ഒരു സ്വരച്ചേർച്ചയില്ല. ഇപ്പോൾ യെദ്യൂരപ്പയുടെ മകനെതിരെ തന്നെ BJPയുടെ ദേശീയ നേതാവായിട്ടുള്ള ഈശ്വരപ്പ അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ BJP എങ്ങനെയാണോ ഒരു മിഷൻ സൗത്ത് രൂപീകരിച്ചത്, അല്ലെങ്കിൽ അതവർ സ്വപ്നം കണ്ടത്, ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ, വോട്ടെടുപ്പ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ആ ആത്മവിശ്വാസം പൂർത്തീകരിക്കുന്ന രീതിയിലല്ല BJP സംബന്ധിച്ച് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. സായി, ഇനി പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ അവിടെയും ഒരു ലൈംഗിക വിവാദമാണ് BJPയെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഗവർണർ CV ആനന്ദബോസിനെതിരെ തന്നെ ഇപ്പോൾ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുകയാണ്. അവിടെ ഗവർണർക്കെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ല. ഗവർണറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ അവൻ്റെ അന്വേഷണത്തിനോ ഒന്നും തന്നെ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും അവിടെ തൃണമൂൽ കോൺഗ്രസ് ഗവർണർക്കെതിരെ അതിശക്തമായി ആ ലൈംഗിക വിവാദം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതെ, ഇപ്പോൾ ബംഗാളിൽ ഗവർണർ സർക്കാർ പോര ആദ്യ സംഭവമല്ല, വളരെ നാളുകൾക്ക് മുൻപ്, എനിക്ക് നമ്മൾ ഇന്നലെ അത് സംസാരിക്കുകയും ചെയ്തു. കേരളത്തിൽ എന്ന പോലെ നാളുകൾക്ക് മുൻപ് തന്നെ ബംഗാളിൽ സർക്കാർ ഗവർണർ പോരുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് BJPക്കെതിരെയും ഗവർണർക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ആയുധം തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് ആനന്ദബോസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു ലൈംഗിക പീഡന പരാതിയാണ്. അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു പരാതി ഉയർന്നിട്ടും അന്വേഷണത്തെ നേരിടാൻ ഇതുവരെ ആനന്ദബോസ് തയ്യാറായിട്ടില്ല. രാജ്ഭവൻ വളപ്പിലേക്ക് പോലും പോലീസ് ഉദ്യോഗസ്ഥരെ കയറ്റില്ല. അതോടൊപ്പം രാജ്ഭവൻ ഉദ്യോഗസ്ഥരോട് പോലീസിന് മുന്നിൽ ഹാജരാകേണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ആനന്ദബോസ് ചെയ്യുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയക്കുന്നു എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സന്ദേശ് ഖാലി വിഷയത്തിലും BJP ഇപ്പോൾ പ്രതിക്കൂട്ടിലാവുകയാണ്. സന്ദേശ് ഖാലി വിഷയം ഏതാണ്ട് തിരിച്ചടിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ വന്നു നിൽക്കുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അവിടെ പ്രതിയായ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കാൻ സ്ത്രീകളെ നിയോഗിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സന്ദേശ് ഖാലി മണ്ഡലം പ്രസിഡന്റിനോട്, BJP മണ്ഡലം പ്രസിഡന്റിനോട് നിർദ്ദേശം നൽകുന്ന വീഡിയോയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രചരണം ആയുധമാക്കിയിരിക്കുന്നത്. ഈ സന്ദേശ് ഖാലി വിഷയം BJP എങ്ങനെ ഏറ്റെടുത്തതാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് മണിപ്പൂരിൽ മാസങ്ങളോളം കത്തിയമർന്നിട്ടും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി സന്ദേശ് ഖാലിയിലേക്ക് പോയി ബംഗാളിൽ അത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി കത്തിച്ചു നിർത്തുകയും ചെയ്തിരുന്നു. അതാണിപ്പോൾ അവർക്ക് തിരിച്ചടിക്കുന്നത്. മമതാ ബാനർജി തന്നെയാണ് എന്തായാലും ബംഗാളിൽ അവരുടെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിന്റെ നായികയായി, അതായത് ദീദിക്കൊരു വോട്ട് എന്ന് തന്നെയാണ് അവർ ആ ക്യാമ്പയിനിൽ കൃത്യമായി ഉന്നയിച്ച കാര്യം. ബംഗാളിനെ കുറിച്ച് പകരം നേർക്കുനേർ നിന്ന് എതിരിടാൻ പറ്റുന്ന ഒരു പോരാളി തന്നെയാണ് തീർച്ചയായും പശ്ചിമ ബംഗാളിൽ ദീദി. അവിടെ കോൺഗ്രസും CPM-ഉം ഒത്തുചേർന്ന്, ഒരുപക്ഷെ ഇന്ത്യ സഖ്യം അങ്ങനെയാണ് അവിടെ കാണുന്നത്, അല്ലെ? കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ തൃണമൂൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലാതെ മാറി നിൽക്കുന്നു. ഇപ്പുറത്ത് BJP-യും. ആ തരത്തിലുള്ള ഒരു ത്രികോണ പോരാട്ടം
പോരാണ് നമുക്ക് അവിടെ കാണാൻ അതെ, ഇപ്പോൾ കഴിയുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ചങ്കാണ് അവിടെ CPM എന്ന് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് ഗുജറാത്ത് ആണല്ലേ. 25 മണ്ഡലങ്ങൾ, ഏതാണ്ട് കേരളത്തിലെ പോലെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. നാളെ ഈ 25 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ആണ് നാളത്തെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ഗുജറാത്ത് തന്നെയാണ്. നേരത്തെ തൂത്തുവാരിയതാണ് കഴിഞ്ഞ വർഷം ഗുജറാത്ത്. 100-100. അതെ, 100-100. ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ തട്ടകമാണ്. ഗുജറാത്ത് തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി, അല്ലെങ്കിൽ ഗുജറാത്തിനെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഒരുപക്ഷെ ദേശീയ നേതാവായി വളരുക പോലും ചെയ്തത്. പക്ഷെ ഇത്തവണ BJPക്കകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുള്ള പ്രശ്നങ്ങൾ ഗുജറാത്ത് BJPയിൽ വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഗുജറാത്ത് BJPക്ക് വലിയ തിരിച്ചടിയാകുന്ന, തലവേദനയാകുന്നത് അവരുടെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് അടിപൊട്ടിക്കഴിഞ്ഞു. അതെ, ഇപ്പോൾ വഡോദരയിൽ രഞ്ജന ഭട്ട് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അവരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. അങ്ങനെ അവരെ മാറ്റുകയാണ്. പിന്നീട് സബർക്കന്തയിലെ സ്ഥാനാർത്ഥി രഞ്ജന ഭട്ട് 2014 മോദി വാരാണസിയിൽ പോയപ്പോൾ മുതൽ അവിടെ MP ആണ്. പക്ഷേ അവർക്കെതിരെ വലിയ വികാരം, പാർട്ടിക്കകത്ത് തന്നെ വലിയ വികാരം ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് സബർക്കന്തയിലെ സ്ഥാനാർത്ഥി, അവരെയും പ്രതിഷേധത്തെ തുടർന്ന് മാറ്റുന്ന ഒരു സാഹചര്യം. BJP മാറി വന്ന സ്ഥാനാർത്ഥികളോടോ അവരോടും പ്രതിഷേധമാണ്. അതായത് ജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന ആളുകളെ അല്ല സ്ഥാനാർത്ഥികളാക്കുന്നത് എന്നുള്ളൊരു വലിയ വികാരം പ്രവർത്തകർക്കിടയിലുണ്ട്. പിന്നീട് അവിടെ ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട് ലക്ഷ്മി. അവിടെ സ്ഥാനാർത്ഥികളാക്കിയതിൽ 5 മണ്ഡലങ്ങളിൽ നടക്കുന്നതിൽ 4 കോൺഗ്രസ് വിട്ടുവന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥികളാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും കാലുമാറ്റക്കാർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുന്നു എന്നുള്ളത്, അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു എന്നുള്ളത് ഗുജറാത്ത് BJPക്കകത്ത്, അത് പലയിടങ്ങളിലും BJPക്കകത്ത് പ്രശ്നമാണെങ്കിലും ഗുജറാത്ത് BJPക്കകത്ത് അത് വളരെ പ്രകടമാണ്. കാലങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ പരിഗണിക്കാതെ ഇന്നലെ കയറി വന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നു എന്നുള്ള ഒരു അമർഷം അത് എല്ലായിടത്തും നമ്മൾ കാണാറുണ്ട്. പക്ഷേ BJPക്കകത്ത് ഗുജറാത്തിൽ ഇപ്പോഴത് പരസ്യമായി നടക്കുന്നുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് പറയാൻ കഴിയും. അവിടങ്ങളിലൊക്കെ മോദിയുടെയും ഷായുടെയും ഫോട്ടോ മാത്രം കാട്ടി, താമരചിഹ്നം മാത്രം കാട്ടി വോട്ട് നേടുന്ന ഒരു സാഹചര്യമാകില്ല ഇക്കുറി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതെ, ഇപ്പോൾ അമിത്ഷാ ആണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നാളെ മത്സരമുണ്ട്. അമിത്ഷാ ഒരു തവണയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ അത്രമേൽ ആത്മവിശ്വാസം BJPയുടെ നേതാക്കൾക്കുണ്ട്. പക്ഷേ പല മണ്ഡലങ്ങളിലും ഉരുണ്ടുകൂടിയിട്ടുള്ള ഈ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ അവർക്ക് അത്ര എളുപ്പവുമല്ല. മറ്റൊന്ന് ക്ഷത്രിയ പ്രക്ഷോഭം, അത് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. ഗുജറാത്തിലെ സംബന്ധിച്ച് പരസ്യമായി തന്നെ BJPയുടെ അഹങ്കാരത്തിന് മറുപടി കൊടുക്കണം എന്ന് പരസ്യമായി തന്നെ ഒരു മണ്ഡലത്തിൽ അവിടുത്തെ രജ്പുത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത് ഇതുവരെ അവർക്ക് തണുപ്പിക്കാനും BJP രൂപാലയൊക്കെ മത്സരിക്കുന്ന മണ്ഡലം നാളെ ജനവിധി എഴുതുന്ന ഗുജറാത്തിലാണ് പരശോത്തം രൂപാല മത്സരിക്കുന്നത്. ഉറപ്പായും അതിനെതിരെ ഒരു വികാരമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. രജ്പുത് വിഭാഗങ്ങൾ അതിൽ BJPക്കെതിരെ തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത BJPക്കെതിരെ, BJP നേതാവിനെതിരെ, പ്രത്യേകിച്ചും പരശോത്തം രൂപാലയ്ക്കെതിരായ ഒരു വികാരമായി അവർ നാളത്തെ വോട്ടെടുപ്പിനെ മാറ്റും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് രജ്പുത് വിഭാഗങ്ങൾ അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമായും അവരെ ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സായ്. രജ്പുത് വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു സവർണ വിഭാഗമാണ്. അവർക്ക് വേണ്ട തരത്തിൽ ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പരാതിയുണ്ട്. പ്രത്യേകിച്ചും ജാതി സെൻസസ് അടക്കമുള്ളവ മുഖ്യ പ്രചാരണ വിഷയമാക്കി ഇന്ത്യ മുന്നണി വരുമ്പോൾ ഉറപ്പായും അതിനെ നേരിടുന്നതിനായി BJPയും അത്തരത്തിലുള്ള സാമൂഹ്യ സമവാക്യങ്ങൾ പാലിക്കുന്ന തരത്തിൽ OBC വിഭാഗങ്ങൾക്കൊക്കെ വലിയ പരിഗണന കൊടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ. അത് ഈ രജപുത്ത് അടക്കമുള്ള ക്ഷത്രിയ വിഭാഗങ്ങളെ, സവർണ വിഭാഗങ്ങളെയൊക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇതിപ്പോൾ അത് പരിഹരിക്കാൻ ഇപ്പോൾ ഈ പരിശുദ്ധം രൂപാല തന്നെ ആവർത്തിച്ചവരോട് മാപ്പ് പറഞ്ഞിട്ടും അതൊന്നും ആ പ്രതിഷേധം തണുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. BJP പഠിച്ച പണി 18 നോക്കിയിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു പ്രതിഷേധം തണുപ്പിക്കാൻ. അവർക്ക് നരേന്ദ്രമോദിയോടോ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളോടോ ഒന്നും ഒരു പ്രശ്നവുമില്ല. നരേന്ദ്രമോദി ഇപ്പോഴും അവർക്ക് സ്വീകാര്യനായിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പ്രാദേശികമായിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു പ്രതിഷേധം അതിപ്പോഴും കനലടങ്ങാതെ തന്നെ നിൽക്കുന്നു. അത് BJPയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. മറ്റൊന്ന് ലക്ഷ്മി, ഗുജറാത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഒരു മണ്ഡലം നാളെ ബൂത്തിലേക്ക് പോകുന്നില്ല. അത് ഒരുപക്ഷെ മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊന്നും നമ്മൾ കാണാത്തൊരു കാര്യമായിരുന്നു. ഒരു മണ്ഡലത്തിൽ
സ്ഥാനാർത്ഥി എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാനവും ഗുജറാത്താണ്, സൂറത്ത്. അതെ, നാളെ ഇപ്പോൾ അവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോകേണ്ടതായിരുന്നു. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിക്കപ്പെട്ടു. ബാക്കി കൊടുത്ത സ്ഥാനാർത്ഥികളൊക്കെ പത്രിക പിൻവലിച്ചു. അങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നമ്മളിപ്പോൾ BJPക്കകത്ത് ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് അവിടെ സ്വീകരിച്ച ഒരു സമീപനം കൂടി നമുക്ക് പറയാതെ വയ്യ. BJPക്ക് എതിരില്ലാതെ ഒരു MP സമ്മാനിച്ചത് എത്ര വലിയ ഒരു വീഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നമുക്ക് മറ്റ് പല പ്രവണതകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ജയിച്ചു വന്നതിന് ശേഷമുള്ള കാലുമാറ്റങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴിതാ സ്ഥാനാർത്ഥിയെ തന്നെ സൂറത്തിലും ഇൻഡോറിലും സ്ഥാനാർത്ഥി തന്നെ കാലുമാറിപ്പോയിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് തീർത്തും പരിചിതമല്ലാത്ത ഒരു കാര്യമല്ലേ. ഇനി അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ കണ്ട് പരിശീലിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും റിസോർട്ടുകൾ തയ്യാറാക്കേണ്ടി വരുമോ എന്ന് ചിന്തിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മളിപ്പോൾ ഈ 3 ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇനി ബാക്കി 4 ഘട്ടങ്ങൾ കൂടിയുണ്ട്. അവിടെ എന്താകും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഗുജറാത്തിനെ കുറിച്ച് അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരു ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുന്ന മത്സരം നടക്കുന്ന ഒന്ന് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനകൾ തമ്മിലുള്ള പോര്, അതോടൊപ്പം NCPക്കകത്തെ പോരൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അവിടെ ഇപ്പോൾ ബാരാമതി മണ്ഡലമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഔദ്യോഗിക NCP ആരാണ് എന്ന്, അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരമുള്ള NCP ആരാണ് എന്ന് നാളത്തെ വോട്ടെടുപ്പിലൂടെ തെളിയിക്കാൻ പോവുകയാണ്. അതായത് ശരത് പവാറിൻ്റെ മകളായ സുപ്രിയ സുലെ ബാരാമതിയിൽ മത്സരിക്കുന്നു. അവരുടെ എതിരാളിയായി മത്സരിക്കുന്നത് അജിത് പവാറിൻ്റെ ഭാര്യയായ സുനേത്ര പവാറാണ്. അപ്പോൾ ഒരു കുടുംബ പോരായി അവിടെ മാറുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ക്ലോക്ക് ചിഹ്നം കിട്ടിയിരിക്കുന്നത് അജിത് പവാറിനാണ്. അജിത് പവാറിന്റെ NCPക്കാണ് എന്തായാലും ക്ലോക്ക് ചിഹ്നം. മറ്റവർക്ക് കിട്ടിയിരിക്കുന്ന അവരുടെ ചിഹ്നം കൊമ്പും കുഴലുമാണ് അവരുടെ ചിഹ്നം. ഏതായാലും അവിടെ ഒരു ചിഹ്നം പോലും സംരക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ശരത് പവാറിന്റെ NCPക്ക് എന്നുള്ളത്. അത് നമ്മൾ വളരെ നേരത്തെ തന്നെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ചിഹ്നം പോലും സംരക്ഷിക്കുവാൻ അവിടെ ശരത് പവാറിന്റെ NCPക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യമല്ലേ. അതോടൊപ്പം ഇവർ ഇങ്ങനെ രണ്ടായി തെറ്റിപ്പിരിഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഇതിൽ ഒരു ജനകീയ അംഗീകാരം ആർക്കാണ്, ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഈ ജനവിധിയിൽ നിന്നായിരിക്കും തീരുമാനിക്കപ്പെടുക. അവിടെ ഏതായാലും ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ഇരുവരും തമ്മിൽ. മഹാരാഷ്ട്രയിലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ UPയിലേക്ക് വന്നാൽ, UP ആണ് BJP തൂത്തുവാരും എന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്ഥാനം. പക്ഷേ UP നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ എത്തുന്നു. അഖിലേഷ് യാദവ് കനൌജിൽ ശക്തമായി മത്സരരംഗത്തുണ്ട്. അപ്പോൾ UP കടത്തില്ല BJP എന്നാണ് അഖിലേഷ് യാദവ് ആവർത്തിച്ച് പറയുന്നത്. അത് എത്ര കണ്ട് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. UPയിൽ ഇപ്പോൾ യാദവ ബെൽറ്റിലാണ് നാളെ പ്രധാനമായും വോട്ടെടുപ്പ് നടക്കേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത് മോദി തരംഗം ഇല്ലാത്തതിൻ്റെ സൂചനയാണ് ഈ ബൂത്തുകളിലേക്ക് ആളുകൾ എത്താത്തത് എന്നാണ് അഖിലേഷ് യാദവ് ആവർത്തിച്ച് പറയുന്നത്. നാളെ ഇപ്പോൾ യാദവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ, പക്ഷേ കഴിഞ്ഞ തവണ BJP തൂത്തുവാരിയ ഇടം കൂടിയാണ് UP. അത് തിരിച്ചുപിടിക്കാൻ കുടുംബത്തിൽ തന്നെയുള്ള ആളുകളെ, ഇപ്പോൾ ഡിംപിൾ യാദവ് മത്സരിക്കുന്നു. അപ്പോൾ അവരെ അടക്കമുള്ള ബന്ധുക്കളായിട്ടുള്ള 5 പേർ, അഖിലേഷ് യാദവിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള 5 പേർ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് UPയെ UPയിൽ കുറച്ചൊക്കെ ഇന്ത്യ മുന്നണിക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം. അവിടെ രാഹുൽ അഖിലേഷ് ഒരു കൂട്ടുകെട്ട് പോലെ അവർ SP കോൺഗ്രസ് കൂട്ടുകെട്ട് അവിടെ ശക്തമായി മത്സര രംഗത്ത് ഉണ്ട് എന്നൊക്കെയുള്ളത് ഒരു കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ദയനീയമായ സ്ഥിതി ആകില്ല. കുറച്ചുകൂടി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ കോൺഗ്രസ് അവസാന സമയത്ത് കാണിച്ച ഒരു ഡിലേ, അതായത് രാഹുൽ ഗാന്ധിയെ തീരുമാനം വരാനുള്ള നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന്റെ അവസാന ദിവസം, അവസാന മണിക്കൂറിൽ അങ്ങനെ ഓടിപ്പിടിച്ച് കൊണ്ടുപോയി നാമനിർദ്ദേശ പത്രിക കൊടുത്തതൊക്കെ തീർച്ചയായും ഒരു ക്ഷീണം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഗാന്ധി കുടുംബത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി അടക്കം മത്സര രംഗത്തേക്ക് വരണം എന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഒരു ആവശ്യം. അതായിരുന്നു ആ തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും അമേഠിയിൽ നിന്ന് പേടിച്ചോടി രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു ക്യാമ്പയിനാണ്. അതായത് സ്മൃതി ഇറാനി ഇപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ ഭയന്നത് രാഹുൽ ഗാന്ധി മണ്ഡലം വിട്ട് ഓടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനെ നിന്ന് കൃത്യമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒന്നും കഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഡിലേ ചർച്ച അത് കോൺഗ്രസ് പാർട്ടി ഒഴിവാക്കേണ്ടതായിരുന്നു. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കുറെ കൂടിക്കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയായിരുന്നു UP. സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായി വർക്കൗട്ട് ആയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ത്യ മുന്നണിയുടേത്. പ്രത്യേകിച്ചും അവർ ഇത്രയും കാലം SP യുടെ വോട്ട് ബാങ്ക് ആയിരുന്ന യാദവരെ മാത്രമല്ല അവർ ആശ്രയിച്ചിരിക്കുന്നത്, മറ്റു വിഭാഗങ്ങളെ കൂടി
ഉൾപ്പെടുത്തിയിട്ടുള്ള OBC നിരയിൽ നിന്ന് മറ്റുള്ളവരെ കൂടി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നു. ആ തരത്തിൽ ഒക്കെ കൂടുതൽ ഈ OBC വിഭാഗങ്ങളെ ആകർഷിക്കുവാൻ കൂടുതൽ തങ്ങൾക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം അതിപ്പോൾ BJP അത് എത്രമാത്രം വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസാന ഘട്ടങ്ങളിൽ നടക്കുന്ന ക്യാമ്പയിൻ കണ്ടാൽ തന്നെ നമുക്കറിയാം. അങ്ങേയറ്റം വർഗീയമായി പോകുന്നത്, അതായത് ഇന്ത്യ മുന്നണി പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്കാണ് എന്ന് പറയുന്നത് പോലും, അല്ലെങ്കിൽ ഇവർ സംവരണം ഒഴിവാക്കി മുഴുവനും മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുന്നത് പോലും ഇന്ത്യ മുന്നണി അവിടെ നടത്തിയിട്ടുള്ള ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP വിരളി പിടിപ്പിച്ചതുകൊണ്ടാണ്. അത് ഏറ്റവും പ്രധാനം. ഈ ജാതി സെൻസസ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ഈ BJPയുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള OBC ദളിത് വിഭാഗത്തിനിടയിലേക്ക് ഇവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ച് വ്യാപകമായി തിരിച്ചടി ഉണ്ടാകും. അതില്ലാതാക്കാൻ വേണ്ടിയാണ് BJP ഇങ്ങനെ ഈ ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന തരത്തിൽ ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ശ്രദ്ധിച്ചു കാണും, പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുവാൻ, രാഹുൽ ഗാന്ധി വിജയിക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനായിരിക്കുമെന്നുള്ള ഏറ്റവും അപഹാസ്യമായ പ്രസ്താവനയും നരേന്ദ്രമോദി നടത്തുന്നത് കണ്ടു. അതൊക്കെ ഈ വിരളി പിടിച്ചിട്ടും ആത്മവിശ്വാസം ഇല്ലാഞ്ഞിട്ടും തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ആത്മവിശ്വാസം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും അവർ പറഞ്ഞ ആ ഒരു 400 സീറ്റിലേക്കൊന്നും എത്താൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസക്കുറവ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ ഏത് വിധേനയും ഭരണം നിലനിർത്തുക എന്നുള്ള ഒരു അജണ്ടയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ലക്ഷ്മി, എന്തായാലും നാളെ 93 മണ്ഡലങ്ങൾ മൂന്നാം ഘട്ടത്തിൽ വിധി എഴുതുകയാണ്. കഴിഞ്ഞ തവണ ഇതിൽ 77 BJP നിലനിർത്തിയ വിജയിച്ച മണ്ഡലങ്ങളാണ്. ആ ഒരു വിജയ തേരോട്ടം ആവർത്തിക്കാൻ ഇത്തവണ അവർക്ക് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. നിലവിലുള്ള പ്രചരണ വിഷയങ്ങൾ പലതും BJPക്ക് പ്രതികൂലമാണ്. കഴിഞ്ഞ പോളിംഗിലൊക്കെ പോളിംഗ് ശതമാനം കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. നാളെ അതെന്താകും, പോളിംഗ് ശതമാനം കുറയുമോ എന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ്.